നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കുറേ വർഷങ്ങളോളം ഇന്ത്യയിൽ അരങ്ങ് വാണിരുന്ന സ്കോഡ സൂപ്പർബാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്കോഡ സൂപ്പർബ് 2 വർഷം മുമ്പാണ് ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമായത്. അത് 3rd ജനറേഷൻ ആയിരുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ ഒരു വലിയ സെറ്റ് ബാക്ക് അതിന് സംഭവിച്ച 2020 ഫോക്സ്വാഗൺ ഗ്രൂപ്പ്, അതായത് സ്കോഡയൊക്കെ ഉൾപ്പെടുന്ന ഫോക്സ്വാഗൺ ഗ്രൂപ്പ് ഇനി മുതൽ ഇന്ത്യയിൽ ഡീസൽ എഞ്ചിൻ കൊണ്ടുവരില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇത്രയും വലിയ ഒരു സെഡാൻ, അതും ഡീസൽ എഞ്ചിൻ ഇല്ലാതെ വന്നപ്പോൾ മൈലേജൊക്കെ ഇത്തിരി പ്രശ്നമായിരിക്കുമല്ലോ എന്ന് കരുതി ജനങ്ങൾ പതുക്കെ കൈയൊഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 2 വർഷം മുമ്പ് ഈ വാഹനം വന്നത് വെറും 100 യൂണിറ്റുകളുമായിട്ട് CBU ആയിട്ടാണ് വന്നത്. ഏതായാലും നമ്മുടെ ഈ ഒരു കരച്ചിലൊക്കെ അവർ കേട്ടു എന്ന് തോന്നുന്നു. ഇപ്പോൾ വീണ്ടും സ്കോഡ സൂപ്പർബിൻ്റെ ഡീസൽ വരാൻ പോവുകയാണ്. ആ വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം ഭാരത് മൊബിലിറ്റി ഷോയിൽ നമ്മൾ ഈ വാഹനം കണ്ടിരുന്നു, അവിടെ എക്സിബിറ്റ് ചെയ്തിരുന്നു. അന്ന് നമ്മളിത് വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴാണ് സ്കോഡ ഇത് കൊണ്ടുവരാൻ പോകുന്നത്. എന്തായാലും ഒരു ഗംഭീരമായ 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്, TDI ഡീസൽ എഞ്ചിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 147.5 bhp ആണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. 360 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. 7 സ്പീഡ് DSG ഗിയർ ബോക്സാണ് ഈ വാഹനത്തെ ചലിപ്പിക്കുക. എന്തായാലും ആ കാലത്തായാലും ഏത് കാലത്തായാലും ടൈംലെസ് ഒരു ബ്യൂട്ടി എന്ന് വിളിക്കാവുന്നൊരു വാഹനമാണിത്. അതുകൊണ്ട് തന്നെ കാഴ്ചയിൽ നമ്മളെ അമ്പരപ്പിക്കുന്ന ആ ഒരു യൂറോപ്യൻ ഒരു രീതികളൊക്കെ ഇതിനുണ്ട്. ഇപ്പോൾ പുതിയത് വന്നപ്പോൾ ഇതിൻ്റെ കളർ പോലും വളരെ ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത്. എത്ര രസകരമായ കളറാണ്, വളരെ മൈൽഡാണെങ്കിലും ഈ ഒരു വലിപ്പത്തിന് ചേരുന്ന നിറമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ലിറ്റർ ഡീസൽ എഞ്ചിനുമായിട്ട് വരുന്ന ഏറ്റവും പുതിയ സ്കോഡ സൂപ്പർബ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുംബൈയിലെ താജ് ലാൻഡ്സെൻഡിലാണ്. ഇവിടെ നമ്മൾ സ്ലാവിയ കണ്ടു കഴിഞ്ഞു, അതിനുശേഷം ഇപ്പോൾ സൂപ്പർബ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂപ്പർബ് നമുക്കിനി അടുത്ത് കാണാം. അപ്പോൾ ഗ്രില്ലിലേക്ക് വരികയാണെങ്കിൽ പക്ക നമ്മളെപ്പോഴും പറയുന്ന പോലെ പക്ക ഒരു എന്താ പറയുക സ്കോഡയുടെ ഗ്രില്ല് തന്നെയാണ്. ഈ ചുറ്റുപാടും കൊടുത്തിരിക്കുന്ന ഈ ഒരു അലൂമിനിയം ഫിനിഷ്, ബ്ലാക്ക് ഫിനിഷ്, ഇവിടെ ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷ് എല്ലാം കൊടുത്ത് വളരെ നീളത്തിൽ ഗംഭീരമായിട്ട് ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഏറ്റവും പുതിയ സ്കോഡയുടെ ലോഗോ കാണാം. താഴെയായിട്ട് ഒരു ബോഡി കളർ തന്നെയാണ് ലോവർ ഭാഗമെങ്കിലും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ആഷ് ഫിനിഷും അതിൽ നല്ല ഭംഗിയുള്ള എലമെൻസൊക്കെ കൊടുത്തിരിക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ സ്ലാവിയയിലും കണ്ടത്. എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ ഇപ്പോൾ പുതിയ കുഷാക്കൊക്കെ വന്നപ്പോൾ കൊടുത്തിരിക്കുന്ന അതേ ഡിസൈൻ രീതിയാണെന്ന് തോന്നുന്നു. അതുപോലെ അതിഗംഭീരമായ മനോഹരമായ ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. അതിൻ്റെ താഴെയായിട്ട് ഡേറ്റയും റണ്ണിംഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. സ്കോഡയുടെ ക്രിസ്റ്റൽ ലൈറ്റിംഗ് എന്നുള്ള ബാഡ്ജിങ്ങും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗത്ത് ബ്ലാക്ക് ഫിനിഷ് അല്ല കൊടുത്തിരിക്കുന്നത്, സ്ലാവിയയിൽ അത് ബ്ലാക്ക് ഫിനിഷ് ആയിരുന്നു. ബോഡി ലൈനുകളൊക്കെ വളരെ പെർമനൻ്റ് ആണ്. നല്ല ഭംഗിയുള്ള രീതിയിലാണ് ഈ ഒരു ബോണറ്റിൻ്റെ ലൈനുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴാണ് ഈ കട്ടുകളും ക്രീസുകളൊക്കെ എത്രത്തോളം ഗംഭീരമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതോടൊപ്പം തന്നെ അഡാസിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഇവിടെ അതിൻ്റെ സെൻസേഴ്സും ക്യാമറയും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലാണ് എത്ര വലിയൊരു വാഹനമാണെന്ന് മനസ്സിലാക്കുക. പ്രധാനമായിട്ടും ഈ വാഹനം കോമ്പറ്റ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ കോമ്പറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്യാമറയൊക്കെ ആയിട്ടാണ്, ടൊയോട്ട ക്യാമറയൊക്കെ ആയിട്ടാണ്. അതുമായിട്ടൊക്കെ കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവമാണ്. ഇവിടെ ലോവർ ആൻഡ് ക്ലെമൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ സ്കോഡയുടെ സ്ഥാപകരുടെ പേരാണ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ മാത്രമായിരിക്കാം ഇന്ത്യയിലേക്ക് വരുന്നതെന്ന് തോന്നുന്നു. അതാണ് ഇപ്പോൾ നമ്മളവിടെ കാണുന്നത്. ഇവിടെ മനോഹരമായ അലോയിലാണ്, അതായത് അതിമനോഹരം തന്നെയാണ് പറയേണ്ടത്. എത്ര സ്ലാറ്റുകളാണ് കൊടുത്തിരിക്കുന്നുണ്ടോ, ഗംഭീരമായ അലോയിൽ. അതോടൊപ്പം തന്നെ ഇവിടെ ബോഡി ക്ലാഡിങ് ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഗംഭീരമായിട്ട് അങ്ങനെ ബാക്കിലേക്ക് ഒഴുകി പോവുകയാണ് ഇതിൻ്റെ ഡിസൈൻ രീതി എന്ന് പറയുന്നത്. വളരെ വിശാലമായ ഗ്ലാസ് ഏരിയ, സൈഡ് വ്യൂ മിറേഴ്സിനൊക്കെ ബോഡി കളർ തന്നെ. അതുപോലെ മേൽഭാഗത്തൊക്കെ ആണെങ്കിലും ഡ്യുവൽ കളറൊന്നുമില്ല, സിംഗിൾ കളറാണ് കൊടുത്തിരിക്കുന്നത്. ബോഡി കളർ തന്നെയായിട്ടുള്ള ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. താഴേക്ക് ഒരു ചെറിയ കട്ടൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സൈഡ് പ്രൊഫൈൽ നല്ല ഭംഗിയാണ്. ഇവിടെയാണെങ്കിലും വളരെ ബോൾഡായിട്ടുള്ളൊരു ബോഡി ലൈൻ നമുക്ക് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. പിൻഭാഗത്തേക്ക് വരുമ്പോഴാണെങ്കിലും പൂർണ്ണമായിട്ടും ചെരിഞ്ഞിറങ്ങുന്ന ഒരു റൂഫ് ലൈനാണ് നമ്മൾ കാണുന്നത്. അത് ഫുൾ ഗ്ലാസ് ഏരിയ തന്നെയാണ്. അത് തീർച്ചയായിട്ടും അതും ഒക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. പഴയ ഒക്ടേവിയ ആയാലും പഴയ സൂപ്പർബ് ആയാലും എല്ലാത്തിനും തന്നെ ഈ ഒരു ബോഡി രീതികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഉൾഭാഗത്തേക്ക് വരുമ്പോൾ സ്പേസ് എന്ന് പറയുന്നത് അമേസിങ് ആണ്. വളരെ ഫ്ലാറ്റായിട്ടുള്ള ഫ്ലോറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബൂട്ടിൻ്റെ ഭാഗത്ത് വേണമെങ്കിൽ ഒരു മനുഷ്യന് ഒരല്പം ചുരുണ്ട കിടക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വേണമെങ്കിൽ നമുക്കിത് ക്ലോസ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇലക്ട്രിക്കലി നമുക്കിത് ക്ലോസ് ചെയ്യാം. പിൻഭാഗത്തേക്ക് വരുമ്പോഴാണെങ്കിലും ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഒക്കെ രീതികൾ, അതിൻ്റെയൊക്കെ LED ലൈറ്റിൻ്റെ രീതികളും ക്രിസ്റ്റൽ ലൈറ്റുകളെന്നാണ് പറയേണ്ടത്. അതെല്ലാം നല്ല ഭംഗിയായിട്ട് സൈഡിൽ നിന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കുന്നു. ഇവിടെ ഒരു ലിപ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ പോലെ ലിപ്പ് കൊടുത്തിരിക്കുന്നു. സ്കോഡ എന്നുള്ള ബാഡ്ജിങ് ഒക്കെ ആണെങ്കിലും നല്ല വെൽവെറ്റ് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സൂപ്പർ ഇവിടെയും കാണാം. അതുപോലെ മോശമല്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. എത്രയാണ് ഇവർ വെളിപ്പെടുത്തിയിട്ടില്ല, അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. താഴെയായിട്ട് വീണ്ടും ഒരു ചെറിയ അലൂമിനിയം ഫിനിഷുള്ള ഭാഗമൊക്കെ അവിടെയും കാണുന്നുണ്ട്.
ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇത് പൂർണ്ണമായി ഇറക്കുമതി ചെയ്ത് വരികയാണെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ അവിടുത്തെ പോലെ തന്നെ ലിമിറ്റഡ് യൂണിറ്റുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ വിലയാണെങ്കിൽ CBO ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വില ഉയരാനുള്ള സാധ്യതയുണ്ട്. 55 to 60 lakhs ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. ഇത് സ്ലോവാക്യയിൽ നിർമ്മിച്ച് അതേപടി ഇറക്കുമതി ചെയ്യുന്നതാണ്. അതായത് ഇന്ത്യയിൽ ഇത് നിർമ്മിക്കുന്നതേ ഇല്ല, സ്ലോവാക്യയിൽ നിന്നായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ പക്ക യൂറോപ്യൻ, 100% യൂറോപ്യൻ എന്ന് വിളിക്കാവുന്നൊരു വാഹനമായിരിക്കും ഏറ്റവും പുതിയ സൂപ്പർബ്. അപ്പോൾ ഈ വലിയ സെഡാനുകളിൽ നിന്നൊക്കെ ഈ ഡീസൽ എഞ്ചിൻ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സൂപ്പർബ് വീണ്ടും ഡീസൽ എഞ്ചിനുമായിട്ട് വരികയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിനകത്ത് ആൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഉൾഭാഗം കൂടി കാണാം. ഉൾഭാഗത്തേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാവുന്നത് എന്താണ്? സൺറൂഫ് ഇല്ല എന്നുള്ളതാണ്. ഇല്ലാത്തൊരു പ്രത്യേകതയാണല്ലോ ഇന്നത്തെ കാലത്ത്. എല്ലാത്തിനും ഉണ്ടെന്ന് പറയുന്ന ഒരെണ്ണത്തിന് ഇല്ലെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അതാണ് ഇപ്പോൾ നമ്മളിതിൽ കാണുന്നത്. പക്ഷേ ഇതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സീറ്റിൻ്റെ നിറമാണ്. ഞാൻ ഇതിൻ്റെ ഒരു ആരാധകനാണ്, ഈ ഒരു ടാൻ ബ്രൗണിൻ്റെ ആരാധകനാണ്. അത് തരുന്ന ഒരു എന്താ പറയുക, ഒരു എലഗൻസ് എന്ന് പറയുന്ന മറ്റൊരു കളറിനും ഇല്ലെന്നാണ് ഞാൻ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. അത് ഇതിന് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആണെങ്കിലും നല്ല ലെതർ ഒരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് ചെറിയ ഒരു വുഡ് ഫിനിഷ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രഷ് അലൂമിനിയം ഫിനിഷ്, ബ്രഷ് അലൂമിനിയം അല്ല, ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അങ്ങനെ പല ലെയറാണ്. ഇവിടെയൊക്കെ ആണെങ്കിൽ AC വെൻറ്റിൻ്റെ ഈ ഭാഗത്തൊക്കെ ഡിസൈനൊക്കെ അതിഗംഭീരം എന്നാണ് പറയേണ്ടത്. ഒരു 36.7 സെൻറ്റിമീറ്ററിൻ്റെ വലിയ ടച്ച് സ്ക്രീനാണ് കാണുന്നത്. ഇതിൽ ക്യാൻഡൻ മ്യൂസിക് സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും 360 ഡിഗ്രി ക്യാമറ പോലുള്ള കാര്യങ്ങളും ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഉള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ വയർലെസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പറയേണ്ടതല്ല, ഈ 55-60 ലക്ഷം രൂപയുടെ വാഹനമായതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നും യാതൊരു പിശുക്കുമില്ല. പിന്നെ ഉള്ളത് ഇവിടെ AC വെൻറ്റിൻ്റെയൊക്കെ ആ മനോഹരമായ ഫ്ലോയിങ് രീതിയൊക്കെ രസമായിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകൾ, അത് ഫിസിക്കൽ സ്വിച്ചുകളുണ്ട്. അതിൻ്റെ നടുക്കും ഒക്കെ ചില ഫിസിക്കൽ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ വയർലെസ് ചാർജിങ് പാഡ്, അതിൽ വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാം. പിന്നെ 2 ചാർജിങ് പോർട്ടുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, 2 കപ്പ് ഹോൾഡേഴ്സ്, ഇവിടെ മൊബൈൽ സൂക്ഷിക്കാനൊരു സ്ഥലം വേറെയുണ്ട്. പിന്നെ ഇവിടെയും ഉണ്ട് ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ. ചെറുതല്ല, വളരെ വിശാലമായൊരു പോക്കറ്റ് തന്നെ ഇവിടെയുണ്ട്. അതിലും ചാർജിങ് പോയിൻ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ സീറ്റുകൾ ഇലക്ട്രിക്കൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ്. തന്നെയല്ല അതിൻ്റെ ബാക്ക് സപ്പോർട്ടും ഒക്കെ നമുക്ക് ഇലക്ട്രിക്കൽ തന്നെ ചെയ്യാൻ സാധിക്കും. വെന്റിലേറ്റർ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ചൂടൊക്കെ അടിക്കുന്നുണ്ട് പിൻഭാഗത്ത്. അതുപോലെ തന്നെ നല്ല തൈ സപ്പോർട്ടും നല്ല ബോൾസ്റ്റേഴ്സും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടുണ്ട്. ലോവർ ആൻഡ് ക്ലമൻ്റ് എന്നുള്ള ബാഡ്ജിങ് നമുക്കിവിടെ ഈ ഒരു ഹെഡ് റെസ്റ്റിൽ കാണാം. ഹെഡ് റെസ്റ്റിനൊക്കെ വീതിയുണ്ട്, ഇത്ര ഉണ്ട്. പിന്നെ ഇവിടെ ഡോർ പാഡിലാണെങ്കിലും ഒരു ആംബിയൻ ലൈറ്റിങ് പോലുള്ള ഭാഗമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും റെഡ് രീതിയിൽ. പിന്നെ 1-2 കപ്പ് ഹോൾഡേഴ്സും അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് നമ്മൾ സ്ലാവിയയിൽ കണ്ടുപോലെ തന്നെയുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഇവിടെ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീല്. അതിൻ്റെ സൈഡിലാണ് ഗിയർ സെലക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളൊന്നും കണ്ടില്ലല്ലോ അല്ലേ. അപ്പോൾ ഇവിടെയാണ് ഈ സംഭവം കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ പുതിയ സ്കോഡയുടെ വാഹനങ്ങളിൽ പലതിലും അത് വരുന്നുണ്ട്. പിന്നെ പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. വിശാലമായ ഒരു എന്താ പറയുക ഡ്രൈവർ കൺസോൾ അതവിടെ കാണാം. സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റബിളും മറ്റും ഇവിടെ ഉണ്ട്. എന്തായാലും നല്ല സീറ്റിംഗ് പൊസിഷനാണ്. അതോടൊപ്പം തന്നെ നല്ല വിസിബിലിറ്റി ഉണ്ട്. വളരെ വിശാലവുമാണ് ഇൻറ്റീരിയർ എന്നുള്ളത്. നമുക്ക് സുഖമാണ്, ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു സുഖം തോന്നുന്നുണ്ട്. പിൻഭാഗത്ത് ഇത്തരം വാഹനങ്ങൾക്ക് അധികം ഷോഫ് ഡ്രൈവൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പിൻഭാഗത്തേക്ക് നല്ല സുഖമുള്ള സീറ്റുകളും മറ്റും കൊടുത്തിരിക്കുന്നു. പക്ഷേ വലിയ സെൻട്രൽ ടണലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് അങ്ങനെ പിൻ സീറ്റിൽ ഇരിക്കാൻ 3 പേർക്കെന്ന് വിചാരിക്കരുത്. ഇതിന് പോലുമില്ല ബാക്ക് സീറ്റ് മസാജ്. നമ്മൾ പക്ഷേ സ്ലാവിയയിൽ അത് കണ്ടു കഴിഞ്ഞു. പിൻഭാഗത്തേക്ക് AC വെൻറ്റും 2 ചാർജിങ് പോർട്ടുകളും അതോടൊപ്പം തന്നെ AC-യുടെ കൺട്രോളുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വിശാലമായ ആംബ്രസ്റ്റ്, അതിൽ 2 കപ്പ് ഹോൾഡേഴ്സ്, അത് വേണ്ടെങ്കിൽ അടച്ചു വയ്ക്കാം, പിന്നെ മടക്കിയും വയ്ക്കാം. നല്ല തൈ സപ്പോർട്ടാണ് കേട്ടോ. അത്തരം കാര്യങ്ങളൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ തന്നെ ഡോർ പാഡിലാണെങ്കിലും ഒരു ചെറിയ എന്താ പറയുക വേസ്റ്റ് ബിൻ വരെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ബോട്ടിൽ വയ്ക്കാം. പിന്നെ ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ സൺ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങ് ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് യാത്ര ചെയ്യാം. അപ്പോൾ എന്തായാലും കൊതി തോന്നിപ്പിക്കുന്ന സെഡാൻ എന്നാണ് അതിനെ വിളിക്കേണ്ടത്. അത് ഒരു കാര്യം പറയാൻ വിട്ടുകൊണ്ട് ഇവിടെ വേണമെങ്കിൽ സ്ക്രീൻ ഫിറ്റ് ചെയ്യാം. അതിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൊതിപ്പിക്കുന്ന സെഡാനാണ്. ഏതൊരു തരത്തിലും നമുക്ക് എന്താ പറയുക കൊതി തീർച്ചയായിട്ടും വരും. അത്രയും ഗംഭീരമായ ഇൻറ്റീരിയറും അത്രയും ഗംഭീരമായ എക്സ്റ്റീരിയറും ഇപ്പോൾ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ. അപ്പോൾ ഇത് CBO ആയിട്ടാണ് വരുന്നതെന്നുള്ളത് തന്നെ നിങ്ങൾ വേഗം തന്നെ ബുക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എപ്പോഴത്തേക്കാണ് ഇത് വരുന്നതെന്ന് പറയുന്നില്ലെങ്കിൽ ചില മീഡിയ റിപ്പോർട്ട്സ് അനുസരിച്ച് അടുത്ത വർഷം ആദ്യം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വാങ്ങിക്കാൻ പറ്റുന്ന അതിഗംഭീരമായൊരു സെഡാനാണ് ഇപ്പോൾ 2 ലിറ്ററിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വീണ്ടും വസന്തകാലം വരികയാണെന്നൊക്കെ പറഞ്ഞ പോലെ ഇനി ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞാൽ ഓഡി, BMW, ഫോക്സ് വാഗൺ ഒക്കെ അടങ്ങുന്ന ഫോക്സ് വാഗൺ ഗ്രൂപ്പിൽ നിന്നും ഒരു ഡീസൽ എഞ്ചിൻ വരികയാണ്. അതും വളരെ സൈലൻ്റാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഇപ്പോൾ ഇതിൻ്റെ
സൗണ്ട് വളരെ സൈലൻ്റാണ്, അത് കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു തകർപ്പൻ വാഹന അനുഭവമായിരിക്കും എന്നുള്ള ഒരു സംശയമില്ല. 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും എന്നാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടില്ല, അല്പകാലം ഒന്ന് വെയിറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും അടുത്ത വർഷം ആദ്യം ഈ വാഹനം വരും. നേരത്തെ ബുക്ക് ചെയ്യുക, സ്വന്തമാക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. വീഡിയോ എല്ലാവർക്കും നന്ദി, ബൈ.